ആയിട്ട് ഈ കുറെ നാള് വീട്ടിലിരിക്കുമ്പോ ഒരു വല്ലാത്ത ബോറടി ഫീൽ ചെയ്യൂലേ. എക്സാം പ്രമാണിച്ച് ഞാൻ അധികം നാള് വീട്ടിലായിരുന്നു കേട്ടോ. എന്തായാലും ഇനി അതെല്ലാം മാറ്റി വെച്ചിട്ട് കറങ്ങാന്നങ്ങ് വിചാരിച്ചു. നമ്മൾ ഇപ്പൊ ഉള്ളത് സ്റ്റുട്ട്ഗാർട്ടിലാണ്. നമുക്ക് ചെറിയൊരു പരിപാടി ഉണ്ട്. ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് ഡ്രസ് കോഡ് ഉണ്ടെന്നുള്ളത്. എന്നാ പിന്നെ ഒന്നും വിചാരിച്ചില്ല, നേരെ ഡ്രസ്സ് മേടിക്കാൻ പോയിട്ടോ. സാറയിലാണെങ്കിൽ ഒരുപാട് ഓഫേഴ്സ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ കയറി കുറച്ച് ഡ്രസ്സ് അങ്ങ് ട്രൈ ചെയ്ത് നോക്കി. ചില സാങ്കേതിക ബുദ്ധിമുട്ടുണ്ട്, ഞാനൊന്നും വാങ്ങിച്ചില്ല. അങ്ങനെ തൽക്കാലം ഒരു കംഫർട്ട് ആയിട്ടുള്ള ഒരു ഷർട്ട് മേടിച്ചങ്ങ് പോകുന്നു കേട്ടോ. പരിപാടി വേറൊന്നുമല്ല, നമ്മുടെ ഫ്രണ്ട്സിന്റെ ബാച്ചിലേഴ്സ് പാർട്ടി ഉണ്ട്. ഈ രണ്ടുപേരും ഈ ജർമ്മനി തന്നെയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ വിചാരിച്ചു കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ വെച്ചിട്ട് ഒരു പാർട്ടി അങ്ങ് നടത്താന്ന്. ഈ ഫാമിലി പോലെ തന്നെ അബ്രോഡ് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട്സ് മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലെ ഫാമിലി എന്ന് പറയാനായിട്ട്. സന്തോഷം ദുഃഖം വന്നാലും എപ്പോഴും അവര് തന്നെ. അതുകൊണ്ട് തന്നെ നമുക്കൊരു സന്തോഷം വരുമ്പോ ഫ്രണ്ട്സ് ആയിട്ട് അത് അടിച്ചു പൊളിക്കണ്ടേ. ഈവനിങ് ഒരു പാർക്കിലാട്ടോ ഈ പാർട്ടി സെറ്റ് ചെയ്തത്. ഒരുപാട് ഫണ്ണി ഗെയിംസും ആക്ടിവിറ്റീസും ഒക്കെ ആയിട്ട് ആ ഒരു ഈവനിങ് അടിപൊളിയായിരുന്നു കേട്ടോ. ശരിക്കും പറയുകയാണെങ്കിൽ ഒരുപാട് എൻജോയ് ചെയ്തു. അതിനേക്കാട്ടുപരി ഒരുപാട് ഓർമ്മകളും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ലാസ്റ്റ് ആയിട്ട് നമ്മൾ കുള്ളി, അതായത് കപ്പയും ബീഫും കൂടി ആട്ടോ നമ്മൾ ഫുഡായിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഒരു പാർട്ടി ഡാൻസ് ഒക്കെ കളിച്ച് അങ്ങനെ ഞങ്ങളിത് വൈകിട്ട് ചെയ്തു. അപ്പൊ അത്രയും ബൈ ബൈ.